വിവാഹിതരായ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വിധവകളെപ്പോൾ ജീവിച്ചു തീർക്കുന്നതും കാണാതെ പോകാൻ പറ്റില്ല. ഈ പ്രതിസന്ധി ഇവിടുത്തെ സ്ത്രീകളെ പർദ്ദ പോലുള്ള യാഥാസ്ഥിതികത്വത്തിലേക്ക് തിരിച്ചു നടത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. യുക്തിഭദ്രതയും കുടുംബഭദ്രതയും മുറുകെ പിടിക്കാനുള്ള മൂടുപടം. വിശ്വാസങ്ങളെക്കാൾ അന്ധവിശ്വാസങ്ങൾ. ഇവിടെ എല്ലാ മതപൗരോഹിത്യത്തെയും നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ക്രൈസ്തവ മതപൗരോഹിത്യത്തിന് അവരുടേതായ രീതികളും ചിട്ടകളുമുണ്ട്. ഒരു പള്ളിയിലച്ഛൻ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതൻ പ്രത്യേകമായ വേഷവിധാനങ്ങൾ അവർക്കുണ്ട്. ഒരു ഹിന്ദു പുരോഹിതന് കാവ്യവസ്ത്രം ധരിക്കുന്ന പ്രത്യേകമായ വേഷവിധാനമുണ്ട്. അത്തരത്തിൽ ഒരു വേഷ നിർബന്ധവുമില്ലാത്ത ഒരു പൗരോഹിത്യമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വർഷങ്ങളായി നേതൃത്വം കൊടുക്കുന്നത്. സമസ്തയുടെ കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മത സാമൂഹ്യ സംഘടനക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവിന് അഭിമന്യനായ നമ്മളുടെ ചെറുശ്ശേരി ഉസ്താദിന് അദ്ദേഹം ധരിക്കുന്ന വേഷം മലയാളിയുടെ മുണ്ടും ഷർട്ടുമാണ്. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചാണ്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുണ്ടായിട്ടും പ്രാകൃത വേഷമായ പർദ്ദ കൊടുംചൂടിലും എടുത്തണിയുന്നു. തൊട കാണിക്കുക, വയറ് കാണിക്കുക, പിന്നെ തോൾ ഭാഗം നല്ല വെളുത്തൂര് കാണിക്കുന്നത് ആരെ കാണിക്കണം? ഇത് കാണിച്ചുകൊണ്ട് നടക്കണം. എന്നാ പിന്നെ ചെറിയിട്ടൊക്കെ നടന്നാൽ ഒന്ന് പറയട്ടെ. അല്ല, ഇല്ലെന്ന് പറയാനൊക്കില്ല. പറയാം, നല്ല വെളുത്തു. ഞാൻ പറയാം നല്ല വെളുത്തു തുടുത്ത ഒരു പെൺകുട്ടി പകുതി ഇത്രയും ഭാഗം തുറന്നിട്ടുണ്ട്. ബ്രാ പോലെ ഇങ്ങനെ ശരിക്കും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട കാണിച്ചിട്ടുണ്ട്, വയറ് കാണിച്ചിട്ടുണ്ട്, പൊക്കിളുണ്ട്. പുറകുവശം നല്ല തുടുത്ത് വെളുത്തിരിക്കുക. ഏതൊരു ആണായാലും ഒന്ന് തൊട്ടു നോക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങളെല്ലാം? മതങ്ങളുടെ തലത്തിലല്ല ഇത് സംഭവിച്ചത്. പക്ഷേ മതം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്ത് ചെറിയ കുട്ടികൾക്ക് വരെ പർദ്ദ നിർബന്ധമാക്കിയപ്പോൾ അനിസ്ലാമികമായ സ്ത്രീധനവും ധൂർത്തും കണ്ടില്ലെന്ന് നടിച്ചു. ലോകത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാമിക വേഷം ധരിക്കുക എന്നത്, ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമാവുക എന്നത് ഖുർആാനിന്റെ ലോജിക്കിന് നിരക്കുന്ന കാര്യമല്ല. ഖുർആന്റെ ലോജിക്കിന് നിരക്കുന്ന കാര്യമല്ല. മുസ്ലിങ്ങൾ അങ്ങനെ വിചാരിക്കണില്ല. ഞങ്ങൾ ദഅവത്ത് നടത്തുന്നു, സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. സ്വർഗത്തെക്കുറിച്ച് വാഗ്ദാനം നൽകുന്നു, അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. ജാഗ്രത പാലിക്കണം മീഡിയകൾ. മറ്റൊരു തരത്തിലും ഇസ്ലാമികമായ രീതികൾ, മതപരമായ രീതികൾ പറയുന്നുണ്ട്. വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം പറയും ഇവിടെ. എങ്ങനെയാണ് ഒരു സ്ത്രീ വസ്ത്രം ധരിക്കേണ്ടത്? ആ വസ്ത്രത്തിന്റെ പേര് പറഞ്ഞിട്ടല്ല, ചുരിദാറെന്നോ സാരിയെന്നോ അതല്ലെങ്കിൽ പർദ്ദയെന്നോ പറഞ്ഞിട്ടല്ല. ഒരു വസ്ത്രത്തെയും നിർബന്ധമാക്കുകയല്ല, വസ്ത്രധാരണ രീതിയെയാണ് ഇസ്ലാം എങ്ങനെ അതും ഇസ്ലാം എന്ന് പറയുന്നത് അതിനകത്ത് കുറെ കാനേഷുമാരി മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്. എത്ര അവിശ്വാസികൾ ജീവിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൽ. ഇന്ത്യയുടെ ഗവൺമെന്റോ രാജ്യത്തിലെ ഭരണമോ ഒരു മുസ്ലിമിന് അനുവദിക്കുന്ന, മുസ്ലിം എന്ന കാനേഷുമാരിക്ക് അനുവദിക്കുന്ന സകല ആനുകൂല്യങ്ങളും പറ്റുന്ന എത്ര മുസ്ലിങ്ങൾ അവിശ്വാസികളാണ്? മതങ്ങളുടെ തലത്തിലല്ല ഇത് സംഭവിച്ചത്. പക്ഷേ മതം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്ത് ചെറിയ കുട്ടികൾക്ക് വരെ പർദ്ദ നിർബന്ധമാക്കിയപ്പോൾ അധ്യാപകരുടെ ഡ്രസ്സിംഗ്, ഒരു കുട്ടി എത്രത്തോളം ഒരു അധ്യാപകരുടെ ഡ്രസ്സ് നോക്കുന്നു എന്ന് വരെ നമുക്ക് മനസ്സിലാക്കാം. എന്റെ ക്ലാസ് ടീച്ചർ എന്നെ ക്ലാസ്സിൽ കയറി വരുമ്പോൾ ഞാൻ ആ ടീച്ചറിന്റെ ഡ്രസ്സിംഗ് നോക്കുന്നു. കാരണം ഞാൻ മുമ്പേ പഠിപ്പിച്ചിരുന്ന ഒരു സ്കൂളില് ടീച്ചർമാരെല്ലാം പകുതി സൈഡ് അവയവം മറച്ചിട്ടില്ലായിരുന്നു. സത്യം. പക്ഷെ ഞാൻ ഈ സ്കൂളിൽ വന്നതോടെ വേറൊരു കാര്യം കൂടെ പഠിച്ചു. എന്റെ സ്കൂളിൽ നിന്നുള്ള ടീച്ചർമാരെല്ലാം തന്റെ അവയവങ്ങൾ എല്ലാം മറച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ സ്കൂളിൽ നിന്നോ ഞങ്ങളെ വീട്ടിൽ നിന്നോ എനിക്ക് ഇതുവരെ ഒരു പരാതി എനിക്ക് ഇതുവരെ കാണാം. ഇപ്പോഴത്തെ കുട്ടിക്ക് മാക്സിമം ഫ്രീ ഉണ്ട്. അവരെ പാരന്റ്സ് തന്നെ ആ ഫ്രീകളും കൊടുക്കുന്നത്. ഇപ്പൊ ഒരു റേപ്പ് നടന്ന ആ ബോയിനായിരിക്കും കൂടുതലും കുറ്റം പറയുന്നത്. ആ ഗേളിന് ആ കുറ്റമുണ്ട്. ആ ഗേൾ ആ കാര്യം മറച്ചു വെച്ചെന്തിനാ പേരന്റ്സിനോട്? ചെറിയ കുട്ടികളാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മതങ്ങളുടെ തലത്തിലല്ല ഇത് സംഭവിച്ചത്. പക്ഷേ മതം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്ത് ചെറിയ കുട്ടികൾക്ക് വരെ പർദ്ദ നിർബന്ധമാക്കിയപ്പോൾ ഖുർആന്റെയും ഹദീസിന്റെയും ഇസ്ലാമിക ചരിത്രങ്ങളുടെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് മറച്ചുവെക്കുകയും ചെയ്യുന്ന മീഡിയ രീതികൾ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനെ വളരെ ഗൌരവത്തോടുകൂടി രാജ്യത്തെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതു സംഘടനയാണ് ഇവിടെ രാജ്യത്ത് വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നിർബന്ധിക്കുന്നത്? ഇസ്ലാമിൽ ജീവിക്കുന്നവർ, മുസ്ലിമായി ജീവിക്കുന്നവൻ ഇങ്ങനെ ജീവിക്കണം, അത് പറയണ്ടേ പണ്ഡിതന്മാർ? അത് പറയണ്ടേ ഇസ്ലാമിക സംഘടനകൾ? അതല്ലാതെ ആളുകളുടെ വസ്ത്രത്തെ അവർക്ക് തയ്ച്ചു കൊടുക്കുന്ന രീതിയും അതിനുള്ള ആഫീസും തുറന്നു വെക്കുന്ന ഏർപ്പാടല്ല മതസംഘടനകൾക്കുള്ളത്. ഒരു ഭാഗത്ത് കേരളം വളരെ ആധുനികമാകുമ്പോഴാണ് മാനസികമായി ഇവർ അധോമുഖരായത്. ചിലർ ആഗ്രഹിച്ചിട്ടല്ല, സമൂഹത്തെ പേടിച്ചിട്ടാണെന്ന് അടക്കം പറയുന്നു.
ഈ വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പെൺകുട്ടികൾ പ്രതികരിക്കാം. ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് എങ്ങനെ കവർ ചെയ്യണം, എങ്ങനെ എക്സ്പോസ് ചെയ്യണം. അതൊരു ആൻസർ അല്ല. നിങ്ങളുടെ ശരീരഭാഗം നിങ്ങളായിട്ടുണ്ടാക്കിയതല്ല, തമ്പുരാനായിട്ട് തന്നതാ. അത് എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളത് പൂർവീകര് പഴയ കാലത്തിലെ ഉമ്മമാർ ചെറുപ്പമായിരുന്നപ്പോൾ അവര് നടന്ന ഒരു വല്യമ്മമാരുടെ ഒരു സ്റ്റൈലുണ്ട്. അതായത് എക്സ്പോസ് കവർ ചെയ്യേണ്ട ഭാഗങ്ങൾ കവർ ചെയ്തേ നടക്കാവൂ. രാജ്യങ്ങൾ ഇൻഡയറക്ട്ലി പറയുന്നു നിങ്ങളുടെ ശരീരഭാഗം തന്നെ മാനിച്ചു, സല്യൂട്ടാണ്. പക്ഷെ യു ഷുഡ് ബി ഡീസന്റ്ലി ട്രസ്റ്റ്. എന്ത് ഇട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ. ചുരിദാർ വന്ന് ഇവിടെ ഒരു പുതിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പണ്ടൊന്നും അതില്ലായിരുന്നു. എന്തിനാത്? നിങ്ങൾക്ക് ഫ്രീഡം ഇഷ്ടംപോലെ ചുരിദാർ ഇട്ടാൽ ഒരു സ്ത്രീക്ക് ഫ്രീ ആയിട്ട് നടക്കാം. ആണുങ്ങൾ ചെയ്യുന്ന മാതിരി കാലെടുത്ത് കസയുടെ മേളിൽ കൂടെ വേണമെങ്കിൽ ഇട്ടിരിക്കുകയൊക്കെ ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. ബട്ട് ബി ഡീസന്റ്ലി ട്രസ്റ്റ്. കാരണം മക്കളെ, ഈ ആൺകുട്ടികളെ പുറകെ 3 പേരുണ്ട്, ഞങ്ങളെല്ലാം ഇരിക്കുന്നു ഇവിടെ. ആണുങ്ങളാ. ദൈവ സൃഷ്ടിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ അനാറ്റമിക്കകത്ത് തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങളുടെ നയനം ആദ്യം വീഴുന്ന സ്ഥലമാണ്. നയനമാണ് ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. ഈ നമ്മുടെ നെർവസ് സിസ്റ്റം അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്തെ കണ്ണിനകത്തെ സെൽസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ കണ്ടു. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഒരു കുട്ടിയുടെ മുഖവും ചിരിയാണെന്ന് ഇഷ്ടമെന്ന് പറ്റുമോ? ഈ അങ്കിളിന് നാദിർഷായ്ക്ക് ഇഷ്ടം ചിലപ്പോൾ അവരുടെ ബാക്ക് ആയിരിക്കും. കുറച്ച് റോഡായിട്ടുള്ളതാണ് നാദിർഷായ്ക്ക് ഇഷ്ടമായിരിക്കാം. മോനെ പേഴ്സണലി പറഞ്ഞതല്ല. അങ്ങനെ ഓരോ പുരുഷനും ഓരോ വിധത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ബാക്ക് ബ്ലൗസിന്റെ ഒക്കെ ബാക്ക് പോയി അങ്ങ് താഴെ പോയി അകത്തിടുന്ന സാധനത്തിന്റെ കവർ മാത്രം ഇത്ര ചെറിയ 1.5 ഇഞ്ച് ഒരു പീസ് വെച്ച് ബ്ലൗസിന്റെ കളറുള്ള സാധനത്തിൽ കവർ ചെയ്തിട്ട് ഞാൻ മുതൽ എന്റെ ഫാദറിന്റെ ഫാദർ, അപ്പന്റെ അപ്പൻ വരെ അറിയാതെ നോക്കിപ്പോവും. പക്ഷെ ഞങ്ങള് ക്യാപ്റ്റൻ രാജു സംയമനം പാലിക്കുന്നു, സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞത്. അതില്ലാത്ത പുരുഷന്മാരാണ് ഈ പീഡനത്തിന് ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. റെസ്പോൺസിബിലിറ്റി ഈക്വൽ ആണ്. പുരുഷനും സ്ത്രീ സമൂഹ ജീവികളാണ്. ഈ സമൂഹത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ കടപ്പാട് അറിഞ്ഞ് അനുസരിച്ച് വേണം ജീവിക്കാൻ. ഇതാണ് എന്റെ ഒരു ഉത്തരവാദിത്വം. അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ ലോകത്തിലെ മുഴുവൻ ആളുകളെയും ഇസ്ലാമാക്കാൻ കഴിയുമായിരുന്നില്ലേ? അള്ളാഹുവിന് ഇവിടെ ഒരു ജാതിയല്ലേ ഉണ്ടാകുമായിരുന്നുള്ളൂ, ഒരു ഭാഷയും ഒരു ദേശവും ഒരു വർഗവും ഒരു വർണ്ണവുമല്ലേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അള്ളാഹു ചെയ്തില്ലല്ലോ അങ്ങനെ. അള്ളാഹു ചെയ്യാത്ത പണി പടപ്പുകളും ഇസ്ലാമും ചെയ്യണം എന്നാണോ ഇവിടുത്തെ മീഡിയകൾ പറയുന്നത്? ജാഗ്രത പാലിക്കണം മീഡിയകൾ. ആ സമുദായത്തെ തിരിച്ചറിയാൻ ഇവിടുത്തെ മീഡിയകൾ ജാഗ്രതയോടുകൂടി തയ്യാറാവണമെന്നാണ് വിനീതമായി എനിക്ക്